ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ ഒരു വാഴക്കൂമ്പ്, വാഴക്കോടപ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉള്ള ആ ഒരു കളറ് തൊലി മാത്രം ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് കുറച്ചൊരു വൈറ്റ് പോർഷൻ ആവുന്ന വരെ നമുക്കിതുപോലെ ഇളക്കി മാറ്റിയെടുക്കാം. ഒരു വൈറ്റിഷ് ആവണം കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ഇതായി കഴിഞ്ഞപ്പോൾ ഇനി മതി കേട്ടോ. ഇനി നമുക്കിതുപോലെ ഇളക്കിയെടുക്കണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് കുത്തി അരിഞ്ഞെടുക്കണം. അത്യാവശ്യം നല്ല കറ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. പുറന്തോടങ്ങ് ഒരുപാട് ഇളക്കി കളയണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നിർത്താം കേട്ടോ. ഒരു വെള്ള ഭാഗം വരുമ്പോൾ നമുക്ക് നിർത്താം. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇത് ചിലർ കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിടാറുണ്ട്, ചിലർ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കാറുണ്ട്. ചിലർ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കും. അങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം ഗുണം പോകും എന്നാണ് പറയുന്നത്. ഈ കഞ്ഞിവെള്ളത്തിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് കഴുകിയെടുത്താൽ. ഇത് ശരിക്കും കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊരു കറയുണ്ട്. അത് ഇത്തിരി എണ്ണ ഒഴിച്ച് ഒരു സ്പൂണൊക്കെ മതിയാവും. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുത്തു കഴിഞ്ഞാൽ ആ കറ അങ്ങ് മാറിക്കോളും. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു നൂല് പോലെ 1-2 എണ്ണം വരും. അതെടുത്തങ്ങ് മാറ്റുക കേട്ടോ. ഒരു നാര് പോലെ അതങ്ങ് മാറ്റിക്കൊണ്ടാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കൂമ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നവർക്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്താ അതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ഇതിനകത്തേക്ക് ഒരു 2 പിടി തികച്ചെടുക്കേണ്ട ചെറുപയർ എടുക്കുകയാണ്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുതിർത്തിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ 2 വിസിൽ കേൾപ്പിച്ചെടുക്കും. പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ കുതിർത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വാഴക്കുടപ്പൻ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഓൾറെഡി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പയറങ്ങ് വേവിച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്കത് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ 2 വിസിൽ കേൾപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറവാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളമാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എരിവിനനുസരിച്ച് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഞാനിത് നന്നായിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി എടുത്തതാണ്. അപ്പോൾ ആ ഒരു കറയൊക്കെ ഒന്ന് മാറും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവട്ടെ. അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അധികം വേവൊന്നുമില്ലല്ലോ. ഒന്ന് തിളച്ചാൽ മതി. കാരണം നമ്മുടെ പയർ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഇത്തിരി ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ അങ്ങ് ഒരുപാട് കൂടാനും പാടില്ല. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് വേണം. അതിനായിട്ട് നല്ല 1 പിടി തേങ്ങ, 1 പിടി നിറച്ചെടുക്കണം. തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. 1 പിടി എടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് കുറുക്കി എടുത്തു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിരകി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. ഇഷ്ടമുള്ളവർക്ക് ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ കൂമ്പും പയറും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്, ഓവറായിട്ട് അങ്ങ് ലൂസാക്കി എടുക്കരുത്, ഒരു മീഡിയം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുമല്ലോ. അപ്പോൾ പിന്നീട് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വാഴക്കൂമ്പ് കൊണ്ടുള്ള 1-2 റെസിപ്പീസ് ഓൾറെഡി നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ഇമയാസ് ബ്യൂട്ടി മാജിക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. വാഴക്കൂമ്പ് തോരനെന്നോ അല്ലെങ്കിൽ വാഴക്കൂമ്പ് റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇമയാസ് ബ്യൂട്ടി മാജിക് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൻ്റെയൊക്കെ ലിങ്ക്. അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും തിളക്കട്ടെ. ഒരുപാട് ഇട്ട് ഇനി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മുടെ പയറും വാഴക്കൂമ്പും ഒക്കെ വെന്തതാണ്. ഇനി നമുക്ക് ആ ഒരു തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരിത്തിരി നേരം ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനി ഞാനത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളക് കൂടി ഇടാം കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ ഇടാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 പിടിയോളം തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എത്രത്തോളം തേങ്ങ മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനി നമ്മുടെ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ വാഴക്കുടപ്പൻ വെച്ചിട്ട് വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കറിയുടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓവറായിട്ട് തിക്കാക്കാനും പാടില്ല, ഓവറായിട്ട് ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പയറായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി കുറുകും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.